ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നിർത്തിവെച്ച ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനി. ഇതിനിടെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ പൂശലുമായി ബന്ധപ്പെട്ട് ബോർഡിന്റെ കൈവശമുള്ള എല്ലാ രേഖകളും പിടിച്ചെടുത്ത് ഹാജരാക്കണമെന്ന് ദേവസ്വം വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഉത്തരവിലൂടെ ഹൈക്കോടതി നിർദ്ദേശം നൽകി. അതിനിടെ അനുമതിയില്ലാതെ കൊണ്ടുപോയതിൽ ബോർഡ് ക്ഷമാപണം നടത്തിയപ്പോൾ സ്വർണ്ണപ്പാളികൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്ന് ഈ ഘട്ടത്തിൽ പറയുന്നില്ല എന്ന് കോടതി വാക്കാൽ പരാമർശിച്ചു. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങളിൽ സ്വർണം പൂശി കേടുപാടുകൾ തീർക്കുന്ന ജോലികളാണ് ചെന്നൈയിൽ നടന്നു വന്നിരുന്നത്. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനമാണ് ഈ ജോലികൾ നടത്തി വന്നിരുന്നത്. പക്ഷേ അവരിപ്പോൾ ഈ ജോലികൾ നിർത്തിവച്ചിരിക്കുകയാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഇടപെടലാണ്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ശക്തമായ നിലപാടെടുത്തിരുന്നു. അതായത് അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞിരുന്നു. മാത്രമല്ല അടിയന്തരമായി അത് തിരിച്ചെത്തിക്കണമെന്നും പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ജോലികൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് കോടതിയിൽ എത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് വിശദീകരണവും നൽകിയിരുന്നു. ദേവസ്വം ബോർഡ് പറയുന്നത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. തന്ത്രിയുടെ അടക്കം ആവശ്യമുണ്ടായിരുന്നു. മാത്രമല്ല ഇതിൽ ഭക്തർ ചില്ലറയും മറ്റുമൊക്കെ എറിഞ്ഞ് ഇതിൽ ചില കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് ഒരു ക്ഷമാപണവും നടത്തിയിരുന്നു. ഇതൊക്കെ കേട്ടതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കോടതി വാക്കാൽ ഇപ്പോൾ അടിയന്തരമായി തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണത്തിൽ കോടതിക്ക് തൃപ്തിയില്ല എന്നതാണ് നമുക്ക് ഈ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഈ ഉത്തരവ് വായിക്കുമ്പോൾ പ്രധാനമായും മനസ്സിലാകുന്ന ഒരു കാര്യം. ഇതോടൊപ്പം തന്നെ കോടതി വളരെ ശക്തമായൊരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശൽ സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും ഹാജരാക്കണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പിടിച്ചെടുത്ത് ഹാജരാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം വിജിലൻസ് ഓഫീസറോട് പിടിച്ചെടുത്ത് ഈ രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശിക്കുന്നത്. ഇതടക്കം പരിശോധിച്ച ശേഷമായിരിക്കും കോടതി ഒരു അന്തിമ തീർപ്പിലേക്ക് പോവുക. മറ്റൊരു കാര്യവും കൂടി ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ജോലികൾക്ക് സ്പോൺസർ ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതി കക്ഷിയേർത്തിട്ടുണ്ട്. കേസിൽ എത്ര പണമാണ് ചെലവഴിക്കുന്നത്, അതോടൊപ്പം തന്നെ IT റെക്കോർഡ്സ് ഉൾപ്പെടെയുള്ളവ ഹാജരാക്കണമെന്നും കോടതി പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം അവിടെ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തെയും കോടതി കക്ഷിയേർത്തിട്ടുണ്ട്. കോടതി ആ ഉത്തരവിൽ പറയുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അതായത് ഈ മതസ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ അത് ദുരുപയോഗം ചെയ്യപ്പെടാതെ സംരക്ഷിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത കോടതിക്കുമുണ്ട് എന്ന കാര്യവും കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. എന്തായാലും കോടതി ഈ രേഖകളടക്കം പരിശോധിച്ചെടുക്കുന്ന തീരുമാനം വളരെ സുപ്രധാനമാകുമെന്ന് തീർച്ചയാണ്. 2019 ഈ സ്വർണം പൂശൽ നടന്നത്. ഏകദേശം ഈ സ്വർണ്ണപ്പാളികളിൽ 50 പവനോളം സ്വർണ്ണമുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അത് ഈ ചെന്നൈയിലെ സ്ഥാപനത്തിലാണെങ്കിൽ ഈ രാസലായനിയിലൊക്കെ ഇട്ട് വേർതിരിച്ച് അറ്റകുറ്റപ്പണി നടത്തുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ വേർതിരിക്കുമ്പോൾ സ്വർണം നഷ്ടപ്പെട്ടാൽ അത് കൈമാറും, അല്ലെങ്കിൽ അതിനുള്ള പണവും കൂടി നൽകും എന്നതാണ് ഇപ്പോൾ സ്പോൺസർ വ്യക്തമാക്കിയിട്ടുള്ളത്. കോടതി ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം വളരെ സുപ്രധാനമാകുമെന്ന് തീർച്ചയാണ്. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.